അപ്പൊ ഇതിന് മുന്നേ ചേട്ടൻ മുളക് പൊടി കണ്ണു തേച്ചെന്ന് പറഞ്ഞൊരു പുറത്തായാലും എന്റെ കയ്യിൽ കുറച്ച് സാധനം നിന്റെ അണ്ണാക്കിൽ ഞാൻ തേക്കും. പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉറപ്പായി പറയാൻ റെഡിയായി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അല്പം ബാക്കിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ. ഓക്കെ ആണോ? ചോദിച്ചു. ഞാൻ ഓടി വിളിക്കുന്ന ആളല്ല. ഞാൻ മുമ്പ് ഒരു ഫിലിമിന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബിഗ് ബോസിൽ നിങ്ങൾ ടോപ്പ് ആരാവും എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, 75ാമത്തെ ദിവസം കഴിയട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലേ? അപ്പൊ ഇപ്പൊ എനിക്ക് ഏകദേശം പറയാൻ തക്ക രീതിയിലായി. ചോദ്യങ്ങൾ വരാം, പക്ഷെ ഇത്രയും അടുത്ത് നിന്നാൽ ഞാനൊരു തരം 70mm ക്യാമറ പോലെ ആയിപ്പോയി. ഒരല്പം ബാക്കിലോട്ട് പ്ലീസ്, ഒരല്പം ബാക്കിലോട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ചോദിച്ചോളൂ. ചോദിക്കൂ. മത്സര സമയത്ത് ബിഗ് ബോസിന് ഇപ്പൊ അത്രയും നിലവാരം ഇപ്പൊ ഉണ്ടോ ബിഗ് ബോസിന്? ഇല്ല. ഞാൻ അത് കറക്റ്റ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബിഗ് ബോസ് സീസൺ 2 മത്സരിച്ച ഒരാളാണ്. അപ്പോൾ അതിൻ്റെ നിലവാരത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സീസണിൽ ആ നിലവാരത്തിൻ്റെ ഏരിയയിലേക്ക് ആ സീസൺ മാത്രമല്ല, ഞാനിപ്പോൾ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. സീസൺ 1 നമുക്ക് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ 2 B ഗ്രേഡ്, അത് കഴിഞ്ഞ് C, ദെൻ D, ദെൻ E, അങ്ങനെ F എന്നൊക്കെ പറയാം. ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ചു പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. 1 or 2 പേരല്ലല്ലോ, കുറച്ചു പേരാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ സീസൺ 6 കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സീസൺ 6 നിലവാരം നല്ലത് തന്നെയാണ്. കാരണം അവർ സെലക്ട് ചെയ്തെടുത്ത മത്സരാർത്ഥികൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ്. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അകത്ത് കയറി കഴിയുമ്പോൾ കയറുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ കയറി കഴിയുമ്പോഴാണ് നമ്മൾ പല രഹസ്യങ്ങളും പുറത്തുനിന്ന് അറിയുന്നത്. അങ്ങനെ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഇയാൾ ചോദിച്ച പോലെ സീസൺ 2 എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ച സീസണിൽ ഞാൻ അകത്ത് കയറുമ്പോൾ പോലും എനിക്ക് അറിഞ്ഞൂടാ ആരൊക്കെയാണ് എന്നോടൊപ്പം വരാനുള്ളത് എന്ന്. അകത്ത് കയറിയിട്ടാണ് ഞാൻ എന്നോടൊപ്പമുള്ള ഈ വലിയ സെലിബ്രിറ്റികളായ മത്സരാർത്ഥികളെയൊക്കെ കാണുന്നത്. അപ്പം രഹസ്യ സ്വഭാവം സീസൺ 2 സീസൺ 1 എനിക്ക് തോന്നുന്നു സീസൺ 3 ഒക്കെ രഹസ്യ സ്വഭാവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കറക്റ്റ് സീക്രസി ഉണ്ടായിരുന്നു ഇല്ലേ? പക്ഷേ ഇപ്പോഴത്തെ സീസൺ 6 വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റന്നാൾ കയറാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ കയറാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള, നിങ്ങളെല്ലാവരും അല്ല, ചില യൂട്യൂബുകളിൽ ഇന്നും ഇന്നലെ ആയിട്ടൊക്കെ തന്നെ പ്രഡിക്ഷൻസ് എന്നല്ല പറയുന്നു ഇന്നയാൾ കയറാൻ പോകുന്നു, ഇന്നയാൾ വരാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ സീക്രസി അങ്ങ് താന്നു പോകുമ്പോൾ നമുക്കൊരു കാണാനൊരു ത്രില്ലുണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. കാരണം ഞാൻ 2 ദിവസം മുമ്പേ ഒരു യൂട്യൂബിനകത്ത്, ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നതാണ്, അതിനകത്ത് തന്നെ ഈ പ്രാവശ്യം കയറി ജോജു ചേട്ടനും അതുപോലെ തന്നെ മറ്റേ ജുനൈസും മറ്റേ പുള്ളിയൊക്കെ കയറുന്നത് 2 ദിവസം മുമ്പേ തന്നെ ഞാനിത് കണ്ടു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഷോയുടെ നിലവാരം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സീക്രസികൾ പൊളിച്ചു കളയുന്ന രീതിയിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അകത്തുനിന്ന് തന്നെ ഈ ന്യൂസ് പുറത്തു വന്നെങ്കിലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ, അല്ലേ? മിണ്ടാതിരിക്കരുത്. ഒന്നുകൂടെ പറയാം. കാരണം ഞാനൊരു വിശ്വാസിയായിരുന്നു. പക്ഷെ പണ്ട് ഞാൻ കപട വിശ്വാസിയായിരുന്നു. ഇപ്പൊ ശക്തനായ വിശ്വാസിയാണ് കഴിഞ്ഞ 18 വർഷം കൊണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ കൗമാരപ്രായങ്ങളിൽ ഈ കപട വിശ്വാസി എന്താ സത്യവിശ്വാസി എന്താന്ന് തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും കള്ളം പറയുമായിരുന്നു, പല കൂട്ടുകെട്ടിലും കമ്പനിയിലായിരുന്നു. പക്ഷെ ഞാൻ വേദം പഠിച്ച് സത്യവിശ്വാസി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് എനിക്ക് മനസ്സിലായി. നാക്കെടുത്താൽ കള്ളം പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, കരാർ ചെയ്താൽ ലംഘിക്കുക, പിണങ്ങിയാൽ അധർമ്മം പ്രവർത്തിക്കുക. ഇതാണ് കപട വിശ്വാസികളുടെ പ്രത്യക്ഷ ലക്ഷണം. സത്യവിശ്വാസിയാണെങ്കിൽ അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞത് തെളിയിക്കുകയും കൃത്യമായിട്ട് സത്യത്തിൽ മാർഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കും. 18 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എതിർപ്പുകളുണ്ട്, കുറേ പേർക്ക് എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് നാളെ സത്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ എന്നെ നിങ്ങൾ നെല്ലിക്ക പോലെയാണ്, ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഷോ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ചിലർ പ്രവർത്തിക്കുന്നുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു റിയാലിറ്റി ഷോ തകരാനോ തകർക്കാനോ പാടില്ല. കാരണം അത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവങ്ങളാണ്. അത് യേശുദേവൻ വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇന്ന് കട്ട് ചെയ്തുകളായിരുന്നു. 23-ാം അധ്യായത്തിൽ കൃത്യമായ ഒരു വചനത്തോടെ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിൽ കുറേ പേർ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സാധിച്ചു നമ്മൾ മറ്റുള്ളവർക്ക് നല്ലവരെന്ന് പറയുന്ന രീതി സൗന്ദര്യവും പ്രകടനവും ഒക്കെ കാഴ്ച വെച്ചിട്ട് അകം കൊണ്ട് നമ്മൾ കള്ളം, ചതി, വഞ്ചന, നിങ്ങൾക്ക് ദുരിതം, അല്ലേ? അപ്പം നമ്മൾ കുറേ മൊഞ്ചന്മാരെ മൊഞ്ചത്തികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സൗന്ദര്യമുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളും എന്തെങ്കിലും ഒരു കള്ളം
മധുരം ചേർത്ത് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, ശരിയല്ലേ? എന്നാൽ ഇപ്പൊ കാണാൻ സൗന്ദര്യമില്ലാത്ത കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാർ സത്യമാണ് പറഞ്ഞാൽ പോലും നമ്മളിൽ കുറെ പേര് എന്ത് വിചാരിക്കും, അവൻ പറയുന്ന അവൾ പറയുന്ന ഉഡായിപ്പാണ്, കള്ളത്തരമാണെന്ന്, ശരിയല്ലേ? ഉറക്കെ പറയൂ. ഇതൊരു സൈക്കോളജിയാണ്. അപ്പൊ അതല്ല ശരി. കളറോ സൗന്ദര്യമോ ഒന്നും അല്ല, പെരുമാറ്റവും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനവും ആർജിച്ചെടുത്ത അറിവും ജ്ഞാനവും ഇതൊക്കെയാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ ഈ സീസണിൽ എനിക്ക് അൻസിബ ഹസനെ പോലെയുള്ളവരെ ഭയങ്കര ബഹുമാനമാണ്. കാരണം അവസാനം വരെയും ഒരു മൂല്യം പോലും ഇടാതെ, സംസ്കാരം പോലും ഇടാതെ, ഇതിന് ശേഷവും ഒരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി, അല്ലാതെ 35 ലക്ഷം 25 ലക്ഷം രൂപയ്ക്ക് ആകെ 50 ലക്ഷമൊന്നുമില്ല, അതറിയാമല്ലോ. 33% ടാക്സി പോകുമ്പോൾ തന്നെ 10-17 ലക്ഷം രൂപ പോയി. പിന്നെയുള്ള ഈ 33-ൽ പിന്നെ പെട്ടി ഇപ്പോൾ എടുക്കും, അടുത്ത ആഴ്ച പെട്ടി എടുക്കാൻ ആരെങ്കിലും ഒക്കെ കാണും, ഇല്ലേ? അതിൽ 5-10 ലക്ഷം പോകും. പിന്നെയുള്ള 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ പാരൻസിനെയും പാപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും അതുപോലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയും കള്ളത്തരം പറയുകയും ചെയ്യുന്നത്? പിന്നെ തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുമോ? നിങ്ങൾ ആരെങ്കിലും പോയാലും ഒരു കാര്യം മനസ്സിലാക്കുക, സത്യത്തിനും നീതിക്കും ധർമ്മത്തിന്റെയും മാർഗത്തിലൂടെ കളിച്ചു പോകുക. അല്ല ഗെയിമാണെന്ന് പറഞ്ഞ് തോന്നിയവാസം കാണിച്ചിട്ട് പിന്നെ വന്നിരുന്ന് സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ് സത്യത്തിലൂടെ നന്മയിലൂടെ പോകുന്ന കുറേ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഷോയുടെ ഗുണനിലവാരം താഴോട്ട് പോകാൻ എന്നെപ്പോലെയുള്ളവർ അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത്. ഇതിന് സെക്കൻഡ് സീസണിൽ ലൈതേടൻ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു വന്ന ഒരാളല്ലേ, അത്രയും പേർ ഇടയ്ക്ക് ഫൈറ്റ് ചെയ്തു. സീസൺ 2-ൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നു. ഞാൻ എല്ലാവരോടും കമ്പനി കൂടാൻ തന്നെയാണ് ശ്രമിച്ചത്. പർപ്പസീവായിട്ട് ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ പർപ്പസീവായിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ. ഒറ്റയ്ക്കല്ല, എല്ലാവരോടൊപ്പം കൂടി. പക്ഷേ മുൻധാരണാ വിധികൾ കൊണ്ടോ ഞാൻ സീസണിൽ കയറിയത് എങ്ങനെയാണ്? നെഗറ്റീവുകളിലൂടെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചാനൽ ചർച്ചകളിലും മറ്റ് പലതിനെ എതിർത്തിരുന്നു. ജീൻസ് വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഇല്ലേ? അങ്ങനെ പല വിഷയങ്ങളിലും കുട്ടികളും പുതിയ തലമുറയും തെറ്റായ വഴി പോയി അടുത്ത തലമുറയ്ക്ക് അസ്വസ്ഥത ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകൾ 17 വർഷം ചർച്ച നടത്തിയപ്പോൾ കുറച്ച് പേര് എന്നെ എതിർത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചിരുന്നതുകൊണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു എൻ്റെ തലയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബിഗ് ബോസിലോട്ട് പോയത്. അതുകൊണ്ട് പലരും ഒരുപക്ഷെ എന്നെ കൂടെ ചേർത്തിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? വേണ്ടേ? ഒറ്റയ്ക്ക് ജീവിക്കണം. ഞാൻ PR വർക്കുകളെ കൊണ്ടോ ഗുണ്ടകളെ കൊണ്ടോ ബോഡി ഗാർഡിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബൗൺസേഴ്സിനെ കൊണ്ടൊന്നുമല്ല ഞാൻ നടക്കുന്നത്. നിങ്ങൾക്ക് ആലുവ തട്ടുകടയിൽ എന്നെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ കാണാൻ പറ്റും, റോഡിൽ കാണാൻ പറ്റും, എവിടെ വേണോ, പള്ളിയിലും ചർച്ചിലും അമ്പലത്തിലൊക്കെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് കാണാൻ പറ്റും. എൻ്റെ കൂടെ ജനങ്ങൾ, സമൂഹത്തിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയാ സെലിബ്രിറ്റി പട്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആത്യന്തികമായ വിജയം ലക്ഷ്യം എന്ന് പറയുന്നത് അവിടമാണ് എന്ന് വിശ്വസിക്കുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, ഇപ്പൊ ഈ സീസണിൽ ജാസ്മിൻ അതേപോലെ ഒറ്റപ്പെട്ട് ഒരിക്കലും ഒറ്റപ്പെട്ടില്ല. നിന്നെ ഞാൻ ഇടിച്ച് കൂമ്പ് കലക്കും. ചുമ്മാ ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ് വേണ്ടത്. ഒരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ പറയാമേ. ഗബ്രി എന്ന് പറയുന്ന മികച്ച മത്സരാർത്ഥിയായിരുന്നു. ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ വിന്നറായി പോവേണ്ട ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ എന്തോ ചില കാരണങ്ങൾ, സാങ്കേതികമായ പ്രശ്നങ്ങൾ, നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കുറെ വാഴത്തോപ്പുകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റി പാവത്തിന് ഒരു വിജയിക്കാൻ പറ്റാതെ. അതിലെനിക്ക് വിഷമമുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഗെയിം മാത്രമല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതാണോ, ഓവറാൾ പെർഫോമൻസ് ആണ്. രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെയുള്ള വായിൽ നിന്ന് വീഴുന്നതും പ്രവർത്തികളും ചിന്തകളും കളികളും പെർഫോമൻസുകളും വൃത്തിയാക്കലുകളും പല്ലിയേക്കലും കുളിക്കലും അടുക്കളപ്പോക്കും ആഹാര വിളമ്പലും തിന്നലും എല്ലാ സംഗതികളും ഒത്തുചേരുന്ന ഓവറാൾ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ. ഇതാണ് വിന്നറായി വരേണ്ടത്. ആ വ്യക്തിയാണ് ഈ കിരീടം ചൂടേണ്ടത്. അല്ലാതെ കുറെ കരഞ്ഞു കാണിച്ച് ഇമോഷണൽ സ്ട്രാറ്റജിയിൽ കാണിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടി ബാത്റൂമിലെ ക്യാമറയിൽ പോയിരുന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിച്ചാൽ ഇന്നത്തെ തലമുറ മണ്ടരാണോ? ഒരിക്കലും മണ്ടരല്ല. അവരെ മണ്ടരാക്കുന്ന നമ്മളാണ് മണ്ടരെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അവരൊന്നും ഒറ്റയ്ക്കല്ല കളിച്ചത്. ഇതിനകത്തൊന്നും ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു പ്രിവിലേജ് ബിഗ് ബോസ് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. സീസൺ 2-ൽ എൻ്റെ കൂടെയുള്ള ചില മത്സരാർത്ഥികൾ തന്നെ ഇടയ്ക്ക് ഇന്റർവ്യൂ ഇട്ടു. നമുക്കൊന്നും കിട്ടാത്ത പ്രിവിലേജുകൾ ഇതിൽ കുറെ പേർ കിട്ടിയെന്ന്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, സത്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്നാലേ എൻ്റെ വാക്ക് എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. ഈ സീസൺ 6 എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 2-ൽ എൻ്റെ കഴുത്തിൽ ഒരു കുരിശുണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷ മാല ഉണ്ടായി, പലതും. എന്നെ ഇതെല്ലാം അഴിപ്പിച്ചു വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നാൽ സീസൺ 6-ൽ നമ്മൾ കണ്ടതാണ്, പുറത്തുനിന്ന് ചെല്ലുന്ന പാരൻസിൽ കുറച്ചു പേർ ആഹാരം കൊണ്ടുവന്നോട്ടെ, അത് ഞാൻ തെറ്റ് പറയില്ല. പക്ഷെ പുറത്തുനിന്ന് ചെറിയ പാവകളായാലും എൻ്റെ അത്ര പൊക്കമുള്ള വലിയ പാവകളായാലും അതുപോലെ വേറെ വസ്തുക്കളുമായിട്ട് കൊണ്ടുവന്ന് അകത്തെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടാത്തതും കൊണ്ടുവന്ന് കൊടുക്കാത്ത പാരൻസ് മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൊടുത്ത പാവ എല്ലാവർക്കും കൊടുക്കണം, വേണ്ടേ? സീസൺ 2-ൽ എല്ലാവർക്കും പാവ കൊടുക്കും, ശരിയല്ലേ?
അതാണ് എനിക്ക് കിട്ടിയ ചിന്നുപ്പാവ. ആ പാവ വെച്ച് ഞാൻ കളിച്ചു. അത് ദൈവം തന്ന വിഷയമാണ്, അല്ല എൻ്റെ കഴിവൊന്നും അല്ല. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് ദൈവം തന്ന ഒരു അവസരം മാത്രം. അപ്പൊ ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്തുനിന്ന് വന്ന രക്ഷകർത്താക്കളിൽ ചിലർ വന്നിട്ട് അകത്തുള്ള മത്സരാർത്ഥികളുടെ കഴുത്തി കിടന്ന മാലകളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന മാല ഇട്ട് കൊടുത്തിട്ട് അത്രയൊക്കെ അതെങ്ങനെ ശരിയാ? അപ്പൊ പിന്നെ ഇതൊക്കെ മറ്റു മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതിയില്ല. കാരണം വരാൻ പോകുന്ന സീസണുകളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് സീസണിന്റെ ക്രെഡിബിലിറ്റിയെ, സീസണിന്റെ ബിഗ് ബോസ് ഷോയുടെ ഒരു വിശ്വാസ്യതയെ താഴേക്ക് കൊണ്ടുപോകും. ഈ സീസൺ താഴേക്ക് പോകാൻ പാടില്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുറത്തുനിന്ന് ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു ടീം വന്നിട്ട് അവരുടെ ആൾക്കാർക്ക് വേണ്ടി പുറത്തുനിന്ന് പൂജിച്ച മാലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ ഒരു ബലമുള്ള വസ്തുവോ കൊടുത്തിട്ട് പോകുമ്പോൾ ബാക്കി 12 പേര് 15 പേര് അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആരും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്നെ പോലെയൊക്കെ അനാഥമായി കയറി വന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വേദനയും വിഷമം ഉണ്ടാവുകയില്ലേ? നിങ്ങൾ വെറുതെ പിടിക്കരുത്. നിങ്ങൾ മുമ്പോട്ട് കയറിയാണ്. അത് പാടില്ല. കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, അല്ലേ? കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ബിഗ് ബോസ് അത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യരുത്, അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ബലത്തിന്റെ സാധനവും കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയുള്ള വലിയ പാവകളോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കൊടുക്കരുത്. ഞാൻ ഇന്നലെ കൂടെ നോക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് അത് അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു. അതെനിക്ക് ഒരു ന്യായമായിട്ട് നീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ബൈബിൾ പറയുന്നു, നീതിബോധമുള്ളവനോടൊപ്പം ദൈവം ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ നീതിബോധത്തോടെ പറയണം ചെയ്യും. ഇപ്പൊ ഈ ബിഗ് ബോസിന് ഇറങ്ങിയ കുറച്ച് കണ്ടസ്റ്റന്റുകൾ കുറെ ബിഗ് ബോസിനെ പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അഖിൽമാരാരെ പോലുള്ളവരൊക്കെ. അവിടെയാണ് അനീതി മറ്റൊരെണ്ണം ഞാൻ കണ്ടത്. എന്താന്ന് പറയാം, നമുക്ക് ഒരാളുടെ പേരൊക്കെ എടുത്ത് മാറ്റാം. ഞങ്ങളെപ്പോലുള്ള സീസൺ 1, സീസൺ 2, സീസൺ 3 ഒക്കെയാണെന്ന് തോന്നുന്നു. സീസൺ 4 വരെയും പുറത്തിറങ്ങിയിട്ട് സീസൺ 4 ഞാൻ മാറ്റി നിർത്തുന്നു. സീസൺ 3 വരെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് പുറത്ത് വന്നിട്ട് എഗ്രിമെന്റ് പ്രകാരം 6 മാസം കുറേ മാസങ്ങൾ ഒരു ചാനലിനോ ഒരു യൂട്യൂബിനോ ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാൻ പാടില്ല എന്നാണ്. അതിപ്പോഴും അപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ അറിയാം, ഇപ്പം ഇറങ്ങുന്ന പലരും വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? അങ്ങ് ഇന്റർവ്യൂകളുടെ അങ്ങ് തകർത്ത് കൊടുക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള പ്രവണതയാണോ? അത് തടയാനും അത് നിർത്തലാക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം തടയാനല്ല ഞാൻ ശ്രമിച്ചത്. വെളിയിലിറങ്ങിയിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ അതൊരു കൊതിക്കറിവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാനും പുറത്തായ ആളാണ്, അല്ലെങ്കിൽ പുറത്താക്കിയ ആളാണ്. എനിക്ക് കൊതിക്കറിവൊന്നുമില്ല. നമ്മൾ ഗെയിമിന്റെ ഭാഗമായി കളിച്ചു, ചില സംഭവങ്ങൾ സംഭവിച്ചു, പുറത്തായി, സന്തോഷം. ഈ കാരണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ? ഈ ജാസ്മിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി അതിനെ കുറിച്ച് ചോദ്യമില്ല. ജാസ്മിനെ ഭയങ്കര അതിനെ കുറിച്ച് നീ വണ്ടി വിടും മോനെ ദിനേശ. ഞാൻ അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ വിജയിക്കുമ്പോഴത്തേക്കുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞത്. ഒരു തട്ടിൽ ജിൻഡോയും ഒരു തട്ടിൽ ജാസ്മിനും. അതൊക്കെ നമ്മുടെ ധാരണകളാണ്. നമുക്ക് കുറെ ധാരണകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിരിക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം, നമ്മൾ പറയുന്നതേ ശരിയാവും. അങ്ങനെ നിൽക്കാൻ ശരിയല്ല. ഒരു പൊതുബോധത്തിൽ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അത് ബിഗ് ബോസിന്റെ പ്രധാനമായിട്ടുള്ള താല്പര്യപ്രകാരമായിരിക്കും. അയ്യോ, അത് ഞങ്ങൾ തമ്മിൽ അളിയന്മാരും മച്ചാന്മാരും ഒന്നുമല്ല. തമ്മിൽ സംസാരിച്ചിട്ട് ഇന്ന താല്പര്യം കൊണ്ടാണ് കളഞ്ഞതെന്ന് പറയാൻ ഞാനൊന്നുമല്ല. എനിക്ക് അവരൊന്നും തരുന്നുമില്ല. ഇപ്പൊ അഖിൽമാരടക്കമുള്ള ആൾക്കാര് പറയുന്നുണ്ട്, ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികള് ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. അതെനിക്കറിയില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന അത്ര ന്യൂസ് ഒന്നും എന്റെ കിട്ടില്ല. ഞാനൊരു സാധാ തട്ടുകട ടീമാണ്, ഒരു ജനറലി ഒരു കോമൺ മാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ന്യൂസ് ഒന്നും കിട്ടത്തില്ല. എനിക്കത് നിങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഈ പ്രാവശ്യം റോക്കി ബായ് മുഖത്തടിച്ച് പുറത്തായില്ലേ? ഈ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ മിക്കവാറും നിന്നെ ഇടിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. അഖിൽമാരാർ പറയുന്ന എനിക്ക് ജീവിക്കണം. അഖിൽമാരാർ പറയുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആ പേര് വിട്ടു. ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു. ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യില്ല. ഇനി എന്റെ വായിൽ നിന്ന് എന്റെ സഹോദര തുല്യൻ കഴിഞ്ഞ സീസണിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതാണ്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂകൾ കൊടുത്താണ്. ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്കും പറയില്ല. പോരെ, നിങ്ങൾ എന്നെ കൊന്നാലും എന്റെ വായിൽ നിന്ന് പേര് വരും. ഈ റോക്കി ബായ് ഈ പ്രാവശ്യം സിജോടെ മുഖത്തടിച്ചിട്ട് പുറത്തായിരുന്നു ഈ പ്രാവശ്യം. അപ്പൊ ഇതിന് മുന്നേ ചേട്ടൻ മുളക് പൊടി കണ്ണു തേച്ചെന്ന് പറഞ്ഞൊരു പുറത്തായാലും എന്റെ കയ്യിൽ കുറച്ച് സാധനം നിന്റെ അണ്ണാക്കിലെ